ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. നാഥൻ അവനെ അനുസരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഒരു വിശ്വാസി എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പല അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ വിശ്വാസി ആയതുകൊണ്ടാണ് അതൊരു അനുഗ്രഹമാണ് എന്ന മട്ടിൽ നാം അതിനെ നോക്കിക്കാണുന്നത്. വിശ്വാസിയല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിലും ഇത് അള്ളാഹ് നൽകിയതാണ് എന്നുള്ളൊരു വിശ്വാസം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ അനുഗ്രഹങ്ങളെ എണ്ണുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സമ്പത്ത്, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ. ഇതൊക്കെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായി എണ്ണുന്നതാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ സമ്പത്തിനെയും അതുപോലെ തന്നെ നമ്മളെ മക്കളെയൊക്കെ പരിചയപ്പെടുത്തി നമ്മൾ ഇന്ന് ഓതിയ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാം, അൽ ബാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. മക്കളും അതുപോലെ തന്നെ ധനമൊക്കെ അതൊരു സീനത്താണ്, ഒരു അലങ്കാരം, ദുന്യാവിലെ ഒരു അലങ്കാരം മാത്രമാണ്. മറ്റൊരു തരത്തിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് ഫിത്നയാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആളുകളുടെയും പേരിലേക്ക് ചേർത്തി പറയണം, അവൻ ഫിത്നയാണ് അല്ലെങ്കിൽ അതൊരു ഫിത്നയാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഫിത്നക്ക് ഇവിടെ വിശുദ്ധ ഖുർആൻ അതൊരു പരീക്ഷണമാണ്. മക്കളെന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ്, ധനമെന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സഹോദരങ്ങളെ, മക്കളും അതുപോലെ തന്നെ നമ്മുടെ ധനമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമ്മെ മാറ്റി നിർത്താൻ, അവൻ്റെ ദിക്റിൽ നിന്ന്, അവനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യത ഏറെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിലൂടെ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തിട്ടാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലക്കും
ധനം, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ അശ്രദ്ധവാനാക്കരുത്. വല ഔലാദുക്കും, നിങ്ങളുടെ മക്കൾ, അതും നിങ്ങളെ അശ്രദ്ധവാനാക്കരുത്. എന്തിൽ നിന്ന്? അൻ ദിക്രില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന്. എത്ര വലിയ സമ്പത്തുള്ളവനാകട്ടെ, എത്ര വലിയ അവൻ്റെ മക്കൾ വിദ്യാഭ്യാസ സമ്പന്നരായുള്ള ആളുകളാകട്ടെ, ഒരിക്കലും ഇതൊന്നു മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിൽ നിന്ന് ഒരിക്കലും അത് തെറ്റിച്ച് കളയരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് വളരെ ഖണ്ഡിതമായി പറയുകയാണ്. അപ്പോൾ മക്കൾ നന്നാവുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. അവൻ്റെ ഭാവിയിലേക്കും അതുപോലെ തന്നെ ഇഹത്തിലും പരത്തിലും അത് ഉപകാരമുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായി മക്കൾക്ക് കൊടുക്കേണ്ടത് എന്താണ്? ഉപദേശങ്ങളാണ്. പലപ്പോഴും നമ്മൾ പല ഉപദേശങ്ങളും മക്കൾക്ക് നൽകാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഒരു വാപ്പ തൻ്റെ മകനോട് ഉപദേശം നൽകുന്ന ഉപദേശം നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ 20-21 നൂറ്റാണ്ടായാലും 30 നൂറ്റാണ്ട് വരെ മനുഷ്യൻ ജീവിച്ചാലും 100 നൂറ്റാണ്ട് വരെ മനുഷ്യൻ ജീവിച്ചാലും അതുവരെ എല്ലാ മാനവർക്കും ഉള്ളതാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ജനിക്കുന്ന എല്ലാ മക്കൾക്കും കൊടുക്കാനുള്ളത് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ ഒരു വാപ്പ തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ലുഖ്മാൻ നബിയാണോ അതോ അദ്ദേഹം ഒരു പണ്ഡിതനാണോ? അദ്ദേഹത്തെ നബിയായിട്ട് അധികം പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം ഒരു ആലിമാണ്, ഒരു ഹക്കീമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് നൽകിയ ഒരു വ്യക്തിയാണ് എന്നാണ് അധികം പണ്ഡിതന്മാരും ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെയാണ് പരിചയപ്പെടുത്തിയത്. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ, ലുഖ്മാനെ നാം തത്വജ്ഞാനം നൽകി. ധാരാളം അറിവ് നൽകുക എന്ന് പറഞ്ഞാൽ, ബുദ്ധി നൽകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അത് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് കൊടുക്കൂല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കുന്നത് പോലെയാണ് ഹിക്മത്ത് കൊടുക്കുക. യുത്തി ഹിക്മത മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തത്വജ്ഞാനം നൽകുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ഒരു തത്വജ്ഞാനമാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയത്. എന്നാൽ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ആ അറിവ്, ആ തത്വജ്ഞാനം അദ്ദേഹത്തെ ഒരു അഹങ്കാരത്തിലേക്കല്ല നയിച്ചത്. അദ്ദേഹത്തെ ഒരു നിരീശ്വരവാദി ആക്കുകയല്ല ചെയ്തത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അനിഷ്കുർ ലില്ലാഹ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അത്തരത്തിലുള്ള യഥാർത്ഥ അറിവ് അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറയുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കണം. വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സി. ആരെങ്കിലും നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വന്തത്തോട് മാത്രമാണ് നന്ദി കാണിക്കുന്നത് എന്നാണ്. നമ്മൾ നമസ്കരിക്കുന്നു, നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നു, അതൊക്കെ അള്ളാഹുവിന് വേണ്ടിയല്ല, മറിച്ച് അത് നമുക്ക് വേണ്ടി തന്നെയാണ്. അതിലൂടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ നന്ദിയാണ് കാണിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ടും നാം ചെയ്യുന്ന പരിശ്രമം കൊണ്ടും നാം അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അതുമൂലം അള്ളാഹുവിന് യാതൊരു ഉപകാരവുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ഇനി ആരെങ്കിലും നിഷേധിച്ച് തള്ളിയാൽ, നമസ്കരിച്ചില്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അവൻ അള്ളാഹുവിനെ അനുസരിക്കാതെ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി, അതുമൂലം അള്ളാഹുവിൻ്റെ സ്ഥാനത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് യാതൊരു കുറവും വരുത്തൂല. അത് യാതൊരു കുറവും വരുത്തൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒണിയാണ്, അവൻ പരാശ്രയമുക്തനാണ്. അവനക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും അവനെയാണ് ആശ്രയിക്കുന്നത്. ഇതിനുശേഷം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ അതിൻ്റെ 13-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ തൻ്റെ മകന് കൊടുത്ത ഉപദേശം തുടങ്ങുകയാണ്. എന്താണ് പറയുന്നത്? വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ലുഹു. ലുഖ്മാൻ തൻ്റെ കൊച്ചുമകന് ഉപദേശം നൽകിയ സന്ദർഭം യാ ബുനയ്യ, ഓ കൊച്ചുമോനെ, ഓ പൊന്നുമോനെ. അങ്ങനെയൊക്കെ അറബിയിൽ യാ ബുനയ്യ എന്ന് പറയുമ്പോൾ ഓ പൊന്നുമോനെ എന്നുള്ള പ്രയോഗമാണ്. അത് എങ്ങനെയാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനെ എങ്ങനെയാണ് ഉപദേശിച്ച ആ ശൈലി അടക്കം നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. എന്താണ് പറയുക? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, ഓ പൊന്നുമോനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇതാണ് സഹോദരങ്ങളെ, നമുക്കൊരു മകനുണ്ടെങ്കിൽ നീ അത് ചെയ്യണം, അങ്ങനെയാവണം, ഇങ്ങനെയാവണം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രഥമാധ്യാപനം ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. കാരണം എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അളീം. ഈ ശിർക്ക് എന്നുള്ളതുണ്ടല്ലോ, അള്ളാഹുവിൽ പങ്കു
ഷിർക്കാണ് എന്ന് തൻ്റെ മകന് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൻ്റെ 82-ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം, വിശ്വസിക്കുകയും അതിനുശേഷം അതിൽ അക്രമം ദുൽമ് കടന്നുകൂടാതിരിക്കുകയും ചെയ്തവർ എന്ന ആയത്ത് പറഞ്ഞപ്പോൾ സ്വഹാബികൾക്കൊക്കെ സംശയമായി. സ്വഹാബികൾക്കൊക്കെ മനസ്സിൽ സംശയം തോന്നി, ഞങ്ങളിൽ ആരാണ് സ്വന്തത്തോട് അക്രമം ചെയ്യാത്തത്? ഞങ്ങളുടെ അടുക്കൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും അക്രമം വന്നു പോയിട്ടുണ്ടല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലൈസ കമാ തളന്നു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇന്നമാ ഹുവ കമാ ഖാല ലുക്മാനു ലിബ്നിഹി, ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് പറഞ്ഞു കൊടുത്ത ദുൽമാണ് ആ ആയത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് മഹാപാപമാണ് എന്ന് തൻ്റെ മകനോട് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതാണ് ദുൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സ്വഹാബിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആയത്തൊക്കെ പറഞ്ഞതിന് ശേഷം സഹോദരങ്ങളെ, അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിഷയമാക്കി കൊണ്ടിരുന്നത് മാതാപിതാക്കളെ കുറിച്ചാണ്. വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യൻ്റെ കാര്യത്തിൽ നാം അവർക്ക് വസിയത്ത് നൽകുന്നു, ഉപദേശം നൽകുന്നു. എന്താണ്? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, അവൻ്റെ ഉമ്മ അവനെ ക്ഷീണത്തിനുമേൽ ക്ഷീണം, ഗർഭം ചുമന്നു അവനെ. വഫിസാലുഹു ഫീ ആമീൻ, 2 വർഷത്തോളം കാലം ഒരു മുഅ്മിനത്തായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക നിയമപ്രകാരം 2 വർഷത്തോളം കാലം അവർ തൻ്റെ മകളാകട്ടെ മകനാകട്ടെ പാല് കൊടുക്കൽ നിർബന്ധമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് ചേർത്തിട്ടാണ് മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞത്, അനിഷ്കുർലി വലിവാലിദൈക, നീ എന്നോടും നന്ദി കാണിക്കണം, നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനോട് ചേർത്തിക്കൊണ്ട് പറയുകയാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ നിഖില മേഖല ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ നസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും അൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ നസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനോട് പറഞ്ഞ ഉപദേശങ്ങൾ, അതിലൊരു ഉപദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിനിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ വിഷയം കൂടി കൊണ്ടുവന്നത്. ആ മാതാപിതാക്കൾ സഹിച്ച ത്യാഗങ്ങൾ, തൻ്റെ മകനെ ഉറക്കമൊഴിച്ചും ഭക്ഷണം മാറ്റിവെച്ചും പരിചരിച്ച ത്യാഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ആ മാതാപിതാക്കളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇൻ ജാഹദാക അലാ തുശ്രിക് ബിമാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് ഒരു അറിവുമില്ലാത്ത വല്ലവനെയും കൊണ്ട് എന്നിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കുവാൻ മാതാപിതാക്കൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഫലാ തുതിഉഹുമ, അവരെ നീ അനുസരിക്കരുത്. മാത്രമല്ല വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ, ദുന്യാവിൽ നീ അവരോട് നല്ല നിലക്ക് പെരുമാറിക്കോ. പക്ഷേ മതത്തിൻ്റെ കാര്യത്തിൽ അവരോട് ഇത്തരത്തിലുള്ള നിലപാട് അഥവാ എന്തെങ്കിലും മതത്തിൻ്റെ എതിരായി അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് നീ സ്വീകരിക്കേണ്ട. അതിൽ പ്രധാനപ്പെട്ടതാണ് ശിർക്ക് ചെയ്യുക എന്നുള്ളത്. ശിർക്ക് ചെയ്യാൻ അവർ പറഞ്ഞ വിശുദ്ധ ഖുർആൻ അടിവരട്ട് പറയും, അവർ 2 പേരെ നീ അനുസരിക്കേണ്ട. മഹാനായ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉമ്മാനോട് ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഉമ്മാക്കും ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളോട് ധാരാളം
മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഈ ദീൻ ഉപേക്ഷിച്ചില്ലെങ്കിൽ മരണം വരെ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ഇല്ല. ഈ ദീൻ ഉപേക്ഷിക്കുന്നത് വരെ, ഈ ഇസ്ലാം എന്ന മതം ഉപേക്ഷിക്കുന്നത് വരെ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ഇല്ല, അത് മരണം സംഭവിച്ചാലും ശരി. അങ്ങനെ സഅദ് ബിൻ അബീ വക്കാസും മറ്റും പലരും ഉമ്മാനെ ഭക്ഷിപ്പിക്കാൻ നോക്കി. പക്ഷേ ഉമ്മ യാതൊരു നിലക്കും തയ്യാറാകുന്നില്ല. 2-3 ദിവസം കഴിയുകയാണ്. ഉമ്മാൻ്റെ ഈ കഠിന പ്രയത്നം, ഈ പട്ടിണി കിടക്കൽ അത് കഠിനമാവുകയാണ്, ആകെ വയ്യാതാവുകയാണ്. അങ്ങനെ അവസാനം ഉമ്മ ഇതിൽ നിന്ന് പിന്മാറി, ഈ വ്രതത്തിൽ നിന്ന് പിന്മാറി. പക്ഷേ സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉമ്മാനോട് പറഞ്ഞൊരു വാക്കവിടെ ഇമാം മുസ്ലിമും ഇമാം അഹ്മദൊക്കെ റഹിമഹുല്ലാഹ് അവരൊക്കെ അവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതാണ്. നിങ്ങൾ 1000 ഉമ്മമാർ അഥവാ 1000 ഉമ്മമാരുണ്ടാവുകയും ഓരോ ഉമ്മമാർ വന്ന് ഇതുപോലെ മരിച്ചു വീഴുകയും ചെയ്താലും ദീനിൻ്റെ കാര്യത്തിൽ ഈ ദീൻ ഉപേക്ഷിക്കാൻ സഅദ് ബിൻ അബീ വക്കാസ് തയ്യാറല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മാനോട് പറഞ്ഞ. സഹോദരങ്ങളെ, ഇതായിരിക്കണം നമ്മുടെ നിലപാട്. ദീനിൻ്റെ കാര്യത്തിൽ ഇതായിരിക്കണം. എന്തു വന്നാലും, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒരു അത്തരത്തിലുള്ള പല കൂട്ടുകെട്ടുകളും വന്നാൽ ദീനിനെ ഉപേക്ഷിക്കുന്ന, ദീനിൻ്റെ നിലപാട് മാറ്റുന്ന, ദീനിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു തരത്തിലുള്ള നിലപാടും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കാൻ പാടില്ല. യുവാക്കളെ, അവിടെ സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹുവിൻ്റെ നിലപാട് എടുക്കാൻ നമ്മെ കൊണ്ട് സാധിക്കണം. ദുന്യാവിൽ മാതാപിതാക്കളോട് നല്ലപോലെ പെരുമാറിക്കോ, പക്ഷെ മതത്തിൻ്റെ കാര്യത്തിൽ, അത് മാതാപിതാക്കളാകട്ടെ, എത്ര വലിയ ആളാകട്ടെ, മതത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല കേട്ടോ എന്നുള്ള നിലപാട് നമ്മെ കൊണ്ട് സാധിക്കണം. എന്നുള്ള നിലപാടെടുക്കാൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരുമാറാകട്ടെ. ചെറുതാകട്ടെ വലുതാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനാണ്. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم